ഹായ് എവരി വൺ. ഹയർ സെക്കൻഡറി +2 ബോട്ടണി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. +1 അപേക്ഷിച്ച് നോക്കുമ്പം +2 ബയോളജിക്ക് പഠിക്കാനുള്ളത് വളരെ കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ. ബോട്ടണിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 8 ചാപ്റ്റേഴ്സാണ്. അതിൽ ആദ്യത്തെ ചാപ്റ്ററാണ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. Every living organisms reproduce. അല്ലെങ്കിൽ one of the important character of living organism is they can reproduce. ഇനി ഓരോ ഓർഗാനിസംസും ഡിഫറെൻ്റ് ഓർഗാനിസംസ് പല രീതിയിലാണ് റീപ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻസ് ഏതൊക്കെ എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ ആദ്യത്തെ പാർട്ടിൽ നമുക്ക് നോക്കാനുള്ളത്. ഈ ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ള ടേമാണ് ലൈഫ് സ്പാൻ. വാട്ട് ഈസ് ലൈഫ് സ്പാൻ? ഇറ്റ് ഈസ് എ പീരിയഡ് ബിറ്റ്വീൻ ബർത്ത് ടു നേച്ചുറൽ ഡെത്ത് ഓഫ് ആൻ ഓർഗാനിസം. ഡിഫറെൻ്റ് ഓർഗാനിസത്തിന് ഡിഫറെൻ്റ് ലൈഫ് സ്പാൻ ആണുള്ളത്. വി നോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ സൈസ് ഓർ എനി അതർ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്, പ്യുവർലി ജനറ്റിക്കൽ. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു എൻറ്റയർ പേജിൽ ഡിഫറെൻ്റ് ഓർഗാനിസംസും അതിൻ്റെ ലൈഫ് സ്പാനും കൊടുത്തിട്ടുണ്ട്. ബേർഡ്സായ ക്രോയും പാരറ്റും കമ്പയർ ചെയ്താൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പാരറ്റിൻ്റെ ലൈഫ് സ്പാന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഫ്രം ക്രോ. അതുപോലെ കുറേ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലൈഫ് സ്പാന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ചില ഓർഗാനിസത്തിൻ്റെ ലൈഫ് സ്പാന് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ആൻഡ് ഫിൽ. ഓക്കെ, പ്ലാന്റ്സ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചില പ്ലാന്റ്സ് ദേ ക്യാൻ ലീവ് കംപ്ലീറ്റ് ദെയർ ലൈഫ് സൈക്കിൾ വിത്തിൻ 1 year. സം പ്ലാന്റ്സ് ആർ പെരനിയൽ. മെനി ഇയേഴ്സ് ലൈഫ് സ്പാനുള്ള പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിലും ആനിമൽസിൻ്റെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിലും ലൈഫ് സ്പാൻ ഡിഫറെൻ്റ് ആണ്. സോ ലൈഫ് സ്പാൻ ഈസ് ദ പീരിയഡ് ബിറ്റ്വീൻ ബർത്ത് ടു നേച്ചുറൽ ഡെത്ത് ഓഫ് an organism. Now we can discuss about another group of organisms, unicellular organisms or single-celled organisms. In the case of single-celled organisms, example നോക്കുകയാണെങ്കിൽ അമീബ. Their cell, the parent cell, mature and divide to form daughter cells. So they are immortal. When the parent cell mature, it divide to form daughter cells. അതുകൊണ്ട് തന്നെ അമീബ പോലുള്ള സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിന് മരണമില്ല എന്നുള്ളതാണ് പറയുന്നത്. Parent cell sacrifices itself to form their daughter cells. ഓക്കെ, അപ്പോൾ യൂണിസെല്ലാർ ഓർഗാനിസത്തിൻ്റെ കേസിൽ നമ്മൾ ലൈഫ് സ്പാൻ പറയുകയാണെങ്കിൽ ദേ ആർ ഇമ്മോർട്ടൽ. ക്ലിയർ? ഡെത്ത്, നേച്ചുറൽ ഡെത്ത് എന്നുള്ളൊരു ഫിനോമിനൻ നമുക്ക് ഇതിന് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റീപ്രൊഡക്ഷൻ എന്നുള്ളൊരു പോർഷനാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ. ഓക്കെ, റീപ്രൊഡക്ഷൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ദ ക്യാരക്ടർ ഓഫ് എ ലിവിങ് ഓർഗാനിസം. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഓഫ് എ ലിവിങ് ഓർഗാനിസം, ദേ ക്യാൻ പ്രൊഡ്യൂസ് ദിയർ യങ് വൺസ്, മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ദ species. So reproduction we can define it as ability of an organism to produce young ones of their own kind. ഒരു ഓർഗാനിസത്തിൻ്റെ ഒരു എബിലിറ്റിയാണ്, ലിവിങ് ഓർഗാനിസത്തിനുള്ള എബിലിറ്റിയാണ് ടു പ്രൊഡ്യൂസ് യങ് വൺസ് ഓഫ് ദെയർ ഓൺ കൈൻഡ്. അത് ഏതൊരു ഓർഗാനിസം എടുത്താലും, യൂണിസെല്ലാർ ഓർഗാനിസം എടുത്താലും മൾട്ടി സെല്ലാർ ഓർഗാനിസം എടുത്താലും എസെല്ലുലാറായ വൈറസ് എടുത്താലും ദേ ക്യാൻ റിപ്രൊഡ്യൂസ്. ഓക്കെ,
ദെൻ എർത്തിൽ നോക്കുകയാണെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിൻ്റെ കേസിൽ 2 ടൈപ്പ് റീപ്രൊഡക്ഷനാണ് കോമൺ ആയിട്ട് കാണുന്നത്. വിച്ച് ആർ ദേ? സെക്ഷുവൽ ആൻഡ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഈ 2 റീപ്രൊഡക്ഷനെ കുറിച്ചും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ, asexual reproduction. What are the main characters of asexual reproduction? First one, it is uniparental. There is only single parent is involved. മെയിൽ പാരൻറ്റോ ഫീമെയിൽ പാരൻ്റ് ഇങ്ങനെ 2 പാരൻസിൻ്റെ ആവശ്യമില്ല, യൂണി പാരൻ്റലാണ്. സെക്കൻഡ് ക്യാരക്ടർ, ഗമീറ്റ് ഫോമേഷൻ ആൻഡ് ദെയർ ഫ്യൂഷൻ ആബ്സെൻറ്റ്. ഗമീറ്റ് ഓർ സെക്സ് സെൽസ് ഫോം ചെയ്യുന്നില്ല. ദെൻ ഫോം ചെയ്യാത്തതുകൊണ്ട് തന്നെ ഗാമറ്റിക് ഫ്യൂഷൻ ഓർ ഫെർട്ടിലൈസേഷൻ എന്നുള്ള പ്രോസസ്സ് അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ആബ്സെൻ്റ് ആണ്. അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഫ് സ്പ്രിങ്സ്, ദ ഓഫ് സ്പ്രിങ്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആർ നോൺ ആസ് ക്ലോൺസ്. എന്താണ് ക്ലോൺസ്? വാട്ട് ആർ ക്ലോൺസ്? നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Okay. Another character, asexual reproduction, it is simple and rapid. We know that the asexually reproducing organisms, they have excessive multiplication capacity. Amoeba പോലുള്ള യൂണിസെല്ലുലാർ ഓർഗാനിസം, asexually reproducing organisms വളരെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നുള്ളത് വളരെ പെട്ടെന്ന് നടക്കുന്നൊരു പ്രോസസ്സാണ്. ദെൻ മിയോസിസ് ആൻഡ് റീകോമ്പിനേഷൻ, ഈ 2 പ്രോസസ്സും അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ആബ്സെൻ്റ് ആണ്. മിയോസിസ് എന്നുള്ളതൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെൽ ഡിവിഷനാണ്. ഗമീറ്റിക് ഫോമേഷൻ, ഗമീറ്റ് ഫോം ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നടക്കുന്ന ഡിവിഷനാണ് മിയോസിസ്. മിയോസിസിൻ്റെ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ നടക്കുന്നതാണ് റീകോമ്പിനേഷൻ. ദീസ് പ്രോസസ് ആർ ആബ്സെൻറ്റ് and it is common in lower organisms. Then now we can discuss about sexual reproduction. What are the main characters of sexual reproduction? Asexual reproduction compare ചെയ്യുമ്പോൾ what are the characters of sexual reproduction? First of all, it is biparental. Both the parents are involved. Both the male and female parents are involved. Then gamete formation and fertilization occur. Gamete fusion അല്ലെങ്കിൽ fertilization എന്നുള്ള phenomenon നടക്കുന്നു. Offsprings produced are showing variation. Why? In sexual reproduction, meiosis and recombination occur. ഗമീറ്റ് ഫോം ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മിയോസിസ് ആൻഡ് റീകോമ്പിനേഷൻ ഒക്കർ. ഹെൻസ് വേരിയേഷൻസ് ആർ ക്രിയേറ്റഡ് വിത്തിൻ ദ ഓഫ് സ്പ്രിങ്സ്. ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഈസ് മച്ച് കോംപ്ലെക്സ് ആൻഡ് സ്ലോ പ്രോസസ്. ഇറ്റ് ഈസ് കോമൺ ഇൻ ഹയർ ഓർഗാനിസംസ്. അസെക്ഷുവൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് കോമൺ ഇൻ ലോവർ ഓർഗാനിസംസ്. ഹയർ ഓർഗാനിസത്തിലാണ് കൂടുതലായിട്ടും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടേമാണ് ക്ലോൺസ്. ദ ഓഫ് സ്പ്രിങ്സ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ത്രൂ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നോൺ ആസ് ക്ലോൺസ്. ദെൻ വാട്ട് ആർ ക്ലോൺസ്? ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ് which are similar among themselves and also with their parents. They are known as clones. So clones are genetically and morphologically similar individuals which are produced through asexual reproduction. Asexual reproduction നമ്മൾ പറഞ്ഞ പോലെ മിയോസിസും റീകോമ്പിനേഷനും നടക്കാത്തതുകൊണ്ട് തന്നെ അതിലുണ്ടാവുന്ന ഓഫ് സ്പ്രിങ്സ് പാരൻറ്റിനോട് എക്സാക്ട്ലി സിമിലർ ആയിരിക്കും. ഈ ഓഫ് സ്പ്രിങ്സിന് പറയുന്ന പേരാണ് ക്ലോൺസ്. പബ്ലിക് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ക്ലോൺസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം, വാട്ട് ആർ ക്ലോൺസ്. നൗ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് asexual reproduction methods. What are the different types of asexual reproduction methods? First one is zoospore formation. In unicellular algae like Chlamydomonas,
biflagellated single-celled zoospores are produced as a part of their asexual reproduction. Chlamydomonas can produce motile zoospores. First year നമ്മൾ പഠിച്ചിട്ടുണ്ട് algae, different types of algae. Chlamydomonas, green algae. These Chlamydomonas can produce motile zoospores as a part of their asexual reproduction. Second one, binary fission. In amoeba, parent cell divide to form two daughter cells. So binary fission. But in some cases, occasionally, amoeba can divide into number of daughter cells, more than two daughter cells. So the division is called multiple fission. That process is called multiple fission. So amoeba can reproduce binary fission, through binary fission, multiple fission. Then third method is bud formation. This method is commonly found in organisms like yeast and hydra. Yeast നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. It is a unicellular fungus, Saccharomyces. Then hydra also can produce buds. Then the fourth method is conidia formation. In penicillium, have you heard about? കഴിഞ്ഞ വർഷം നമ്മൾ കിങ്ഡം ഫഞ്ചയിൽ പഠിച്ചിട്ടുണ്ട് പെനിസിലിയം. പെനിസിലിയത്തിൽ ഹൈഫയിൽ നിന്ന് ബ്രഷ് ലൈക്ക് ഓർ ബ്രൂം ലൈക്ക് സ്ട്രക്ചേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ദേ ആർ കോൾഡ് കൊണീഡിയ. കൊണീഡിയ ക്യാൻ പ്രൊഡ്യൂസ് കൊണീഡിയോസ്പോർസ് എക്സോജീനസ്ലി. ഈച്ച് കൊണീഡിയ can produce number of conidiospores exogenously. Each spore detaches and can produce new hyphae. So conidio formation commonly found in fungus penicillium. And the fifth method, another method is gemmule formation. In sponge, gemmules are produced as a part of asexual reproduction. Gemmules are internal buds. NCERT textbookil idinte pictures kodutittunde, ningalku ivide kaanam. First one is Chlamydomonas producing zoospores, and B is Penicillium, which contain conidia that bear number of conidiospores, and Hydra with the bud, and the deep is sponge with the gemmules. Now we can conclude the methods of asexual reproduction. Zoospore formation in Chlamydomonas, binary fission in amoeba, budding in yeast and hydra, conidia formation in penicillium, and gemmule formation found in sponge. എക്സാമ്പിൾസും നന്നായിട്ട് നോട്ട് ചെയ്യണം, സാധാരണ ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് ഫൗണ്ട് ഇൻ ഹയർ പ്ലാന്റ്സ്. ഹാൻജിയോസ്പേംസ് അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാനുള്ളത്. ഇതിൽ ആൻജിയോസ്പേംസ് നോക്കുകയാണെങ്കിൽ ഹയർ പ്ലാന്റ്സിൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷന് നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നുകൂടെ പറയാം. ദെൻ വാട്ട് ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? വെജിറ്റേറ്റീവ് പ്ലാന്റ് പാർട്ട് ലൈക്ക് എ റൂട്ട്, സ്റ്റെം ഓർ ലീവ്സ് വിച്ച് ക്യാൻ ഗിവ് റൈസ് ടു എ ന്യൂ പ്ലാന്റ്. ഇറ്റ്സ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു വെജിറ്റേറ്റീവ് പാർട്ട്, ഏതൊക്കെ വെജിറ്റേറ്റീവ് പാർട്ട്? റൂട്ട്, സ്റ്റെമ്മ്, ലീവ്സ്. ഇതിലേതെങ്കിലും പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എങ്കിൽ ആ മെത്തേഡിനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയാം. ഏത് പ്ലാന്റ് പാർട്ടാണോ പ്രൊപ്പഗേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് അതിനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയാം. സോ ദ പ്ലാന്റ് പാർട്ട് യൂസ്ഡ് ഫോർ പ്രൊപ്പഗേഷൻ നോൺ ആസ് vegetative propagule. So asexual reproduction method in higher plants also known as vegetative propagation. Then the plant part used for propagation known as vegetative propagule. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ഏതൊക്കെയെന്ന് നോക്കാം. സം വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആർ റണ്ണർ, സക്കർ, ഓഫ്സെറ്റ്, ലീഫ് ബഡ്സ്, ബൾബ്, ട്യൂബർ, റൈസോം ആൻഡ് ബൾബിൽ. ഇതിൽ പല പേരുകളും ടേംസും നിങ്ങൾക്ക് ഫെമിലിയറാണ്. കഴിഞ്ഞ വർഷത്തെ മോർഫോളജി ചാപ്റ്ററിൽ മോഡിഫിക്കേഷൻസിൽ പഠിച്ച കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. റണ്ണർ, സക്കർ, ഓഫ്സെറ്റ്, ഇത് മൂന്നും നിങ്ങൾ സബേരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻസ് എന്നുള്ള പാർട്ടിൽ പഠിച്ചിരുന്നു. മോഡിഫൈഡ് ഫോർ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ.
ബൾബ്, ട്യൂബർ, റൈസോം. ഇത് മൂന്നും അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻസിലും പഠിച്ചിരുന്നു. മോഡിഫൈഡ് ഫോർ സ്റ്റോറേജ് ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. പിന്നെ ഇതിലേക്ക് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലീഫ് ബഡ്സ് ആൻഡ് ബൾബിൽ, ഈ രണ്ടെണ്ണേ ഉള്ളൂ. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് പഠിക്കാനുള്ളത് റണ്ണർ, സക്കർ, ഓഫ്സെറ്റ്, ലീഫ് ബഡ്സ്, ബൾബ്, ട്യൂബർ, റൈസോം ആൻഡ് bulbil. Now we can discuss these vegetative propagules one by one with examples. First one, runner. Runner is subaerial stem modification found in plants like Centella, Oxalis, etc. സെൻഡല്ലയും ഓക്സാലിസും ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് അവൈലബിൾ ആയ കാണുന്ന പ്ലാന്റ്സ് ആണ്. ദീസ് പ്ലാന്റ്സ് ഗ്രോ parallel to the soil. They have weak stem which are running parallelly. Nodes of the stem carry cluster of leaves. പ്ലാന്റ്സിൽ നോഡ്സിൽ നിന്ന് ഒരു കൂട്ടം ലീവ്സ് ആണ് അറൈസ് ചെയ്യുക. ഓരോ നോഡൽ റീജിയണിൽ നിന്നും റൂട്ടും അറൈസ് ചെയ്യും. അങ്ങനെ ഈ പ്ലാന്റ് ഒക്യുപ്പൈ ചെയ്യുന്ന ഏരിയയിൽ ഇത് റാപ്പിഡായിട്ട് സ്പ്രെഡ് ചെയ്യുന്നു. ഗ്രാസ് അനദർ എക്സാമ്പിൾ. ഇതിൽ സെൻറ്റല്ല എന്ന് പറയുന്ന പ്ലാന്റ് പ്രാക്ടിക്കലിന് ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ സെക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് തരുന്ന മെറ്റീരിയലാണ്. സെൻറ്റല്ലയിലും ഓക്സാലിസിലും പ്രൊപ്പഗേഷൻ വളരെ റാപ്പിഡ് ആയിട്ട് നടക്കുന്നുണ്ട്. അതിനുള്ള റീസൺ അതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളായ റണ്ണറാണ്. നെക്സ്റ്റ് വൺ ഈസ് സക്കർ. Sucker is also subaerial stem modification found in plants like chrysanthemum. Chrysanthemum നമുക്കറിയുന്ന പ്ലാന്റ് ആണ്. ജമന്തി കോമൺ ഗാർഡൻ പ്ലാന്റ് ആണ്. ഇതിനൊരു മെയിൻ സ്റ്റെം ഉണ്ട്. ഇതിൻ്റെ ലോവർ ബ്രാഞ്ചിൽ നിന്ന് ലോവർ ബ്രാഞ്ചസ് സോയിലിന് പാരലായിട്ട് ഗ്രോ ചെയ്യും. അതിൽ നിന്ന് റൂട്ട്സ് അറൈസ് ചെയ്യും. സക്കർ വഴിയാണ് ക്രൈസാന്തിമം പോലുള്ള പ്ലാന്റ്സ് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. So, sucker, subaerial stem modification, example, chrysanthemum. Next one is rhizome. Rhizome, underground stem modification ആണ്. ഫങ്ഷൻ ഫുഡിൻ്റെ സ്റ്റോറേജും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും. റൈസോം എക്സാമ്പിൾ ജിഞ്ചർ, ടർമറിക് എക്സെട്ര. നമുക്കറിയാം ജിഞ്ചറിലൊക്കെ നോഡൽ റീജിയൻസ് കാണാം. ആ നോഡൽ റീജിയൻസിൽ നിന്ന് ബഡ് അറൈസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സ്റ്റെമ്മിൻ്റെ മെയിൻ ക്യാരക്ടറാണ് പ്രസൻസ് ഓഫ് നോഡ്സ് ആൻഡ് ഇൻ്റർനോഡ്സ്. ഇപ്പോൾ ജിഞ്ചർ, ടർമറിക് ഇതിൻ്റെയൊക്കെ കേസിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അതിൻ്റെ നോഡ്സും ഇൻ്റർനോഡ്സും വിസിബിൾ ആണ്. രണ്ട് ടൈപ്പ് ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സ്കെയിൽ ലീവ്സും ഫോട്ടോസിന്തറ്റിക് ലീവ്സും. നെക്സ്റ്റ് വൺ ഈസ് ബൾബ്, which is also underground stem modification. Example, onion. Function, food storage and vegetative propagation. In onion, we can see the white, conical, highly condensed stem. ഈ സ്റ്റെമ്മിൽ നിന്ന് സ്റ്റോറേജ് ലീവ്സും ഫോട്ടോസിന്തറ്റിക് ലീവ്സും അറൈസ് ചെയ്യുന്നു. Then next one is tuber, which is also underground stem modification. Function, storage and vegetative propagation. Example, potato. പൊട്ടറ്റോ നമുക്ക് ഫെമിലിയർ ആയതാണ്. പൊട്ടറ്റോയുടെ ചെറിയ ഡിപ്രഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതൊന്ന് നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് ഒബ്സർവ് ചെയ്താൽ, വാങ്ങിയിട്ട് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ സീ സ്മോൾ ബേർഡ്സ് അറൈസസ് ഫ്രം ദാറ്റ് ഡിപ്രഷൻ. ദാറ്റ് ഡിപ്രഷൻ ഈസ് കോൾഡ് ഐ ഓഫ് ദ പൊട്ടറ്റോ. അതിൽ നിന്ന് ബഡ്സ് അറൈസ് ചെയ്യുന്നത് കാണാം. ആ ബഡ്സിൽ നിന്ന് അതിൻ്റെ ഷൂട്ട് സിസ്റ്റം വരുന്നത് കാണാം. അപ്പോൾ സ്റ്റെമ്മ് ആണ്, നോഡൽ റീജിയൻ ഉണ്ട്, അതിൽ നിന്ന് ബഡ്സ് അറൈസ് ചെയ്യുന്നു. മോഡിഫൈഡ് സ്റ്റെമ്മാണ്, ഇറ്റ് ഈസ് കോൾഡ് ട്യൂബർ. നെക്സ്റ്റ് വൺ ഈസ് ലീഫ് ബഡ്സ്. എക്സാമ്പിൾ, ബ്രയോഫില്ലം.
Adventitious buds developed from leaf margin give rise to new plants. In the case of ബ്രയോഫില്ലം എന്നത് ഇലമുളച്ചി എന്ന പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ മാർജിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ബഡ്സ് ഫേവറബിൾ കണ്ടീഷനിൽ ഡെവലപ്പ് ചെയ്തിട്ട് പുതിയ പ്ലാന്റ്സ് ആയിട്ട് മാറും. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂള് അതിൻ്റെ ലീഫ് മാർജിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ബഡ്സാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ബൾബിൽ. എക്സാമ്പിൾ അഗേവ്. ബൾബിൽ എന്നത് ഫ്ലവർ ബഡ്സ് ആണ്. ഫ്ലവർ ബഡ്സ് ഡെവലപ്പ് ഇൻ ടു ന്യൂ പ്ലാന്റ്. അഗേവ് എന്ന പ്ലാന്റിൽ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു സ്റ്റോക്ക് അറൈസ് ചെയ്യും. ദാറ്റ് ബെയേഴ്സ് എ ലാർജ് ഇൻഫ്ലോറസൻസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലവർ വി നോ ദാറ്റ് ഇറ്റ്സ് സെക്ഷുവൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ. പക്ഷേ ഇവിടെ ഫ്ലവർ ബഡ് ഡിറ്റാച്ച് ചെയ്തിട്ട് ഇറ്റ് ഡെവലപ്പ് ഇൻ ടു ന്യൂ പ്ലാന്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് ഈസ് ഓൾസോ എ സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ. നമ്മൾ റണ്ണർ സക്കറൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷനാണ്. ഫൗണ്ട് ഇൻ അക്വാട്ടിക് പ്ലാന്റ്സ് ലൈക്ക് ഐക്കോർണിയ, പിസ്റ്റിയ, എക്സെട്ര. ഐക്കോർണിയ ഓൾസോ നോൺ ആസ് വാട്ടർ ഹയാസിന്ത്. ഐക്കോർണിയയെ ടെറർ ഓഫ് ബംഗാൾ എന്നും പറയാറുണ്ട്. ഐക്കോർണിയ എന്ന് പറയുന്ന പ്ലാന്റ് ഒരു ഇൻട്രൊഡ്യൂസ്ഡ് പ്ലാന്റ് ആണ്. ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്സ് ഫ്ലവർ. വളരെ ബ്യൂട്ടിഫുള്ളായ ഫ്ലവേഴ്സ് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ബട്ട് ഒരു വാട്ടർ ബോഡിയിൽ അതിൻ്റെ ചെറിയൊരു പോർഷൻ എത്തിയാൽ തന്നെ ഇറ്റ് റാപ്പിഡ്ലി സ്പ്രെഡ് ആൻഡ് കവർ ദ സർഫസ് ഓഫ് ദ വാട്ടർ ബോഡി ത്രൂ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ കോൾഡ് ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് എന്നുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡിലൂടെ ഐക്കോർണിയ റാപ്പിഡായിട്ട് വാട്ടർ ബോഡിയുടെ സർഫസിൽ മൊത്തമായിട്ടും കവർ ചെയ്യും, സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഐക്കോർണിയനെ ഈ ഒരു റീസൺ കൊണ്ട് തന്നെ ടെറർ ഓഫ് ബംഗാൾ എന്നൂടെ പറയാറുണ്ട്. ബുക്കിലെ സ്കോർജ് ഓഫ് വാട്ടർ ബോഡി എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ഈ പിക്ചറിനകത്ത് നിങ്ങൾക്ക് ഓഫ്സെറ്റിനെ കാണാം. അതിൻ്റെ സ്റ്റെമ്മാണ് ഓഫ്സെറ്റ്. അതിൻ്റെ നോഡൽ റീജിയനിൽ നിന്ന് ക്ലസ്റ്റർ ഓഫ് ലീവ്സ് അറൈസ് ചെയ്യുന്നു. ലീഫിന് ബോയൻസി കീപ്പ് ചെയ്യാനുള്ള എയർ ക്യാവിറ്റീസൊക്കെ ഉണ്ട്. അതിൽ നിന്ന് താഴേക്ക് ലീഫിൻ്റെ അതേ നോഡൽ റീജിയൻ താഴേക്ക് റൂട്ട് അറൈസ് ചെയ്യുന്നതും കാണാം. ഈ ഓഫ്സെറ്റ് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും പ്രൊഡ്യൂസ് ചെയ്യും. പെട്ടെന്ന് തന്നെ വാട്ടർ ബോഡീസിൽ ഇത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഐക്കോർണിയ ഒരു വാട്ടർ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക വാട്ടർ ബോഡീസിലും ഐക്കോർണിയ അല്ലെങ്കിൽ കുളവാഴ എന്ന് പറയുന്ന ഈ പ്ലാന്റ് കോമൺ ആയിട്ട് കാണപ്പെടുന്നു. ഐക്കോർണിയയുടെ പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റായിട്ട് നിങ്ങളെ ബുക്കിൽ പറയുന്നതാണ് ഇറ്റ് യൂസസ് ഡിസോൾവ്ഡ് ഓക്സിജൻ വിത്തിൻ ദ വാട്ടർ ബോഡി. വാട്ടർ ബോഡിയിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഡിസോൾവ് ചെയ്തിട്ടുള്ള ഓക്സിജനെ ഇത് യൂസ് ചെയ്യും. ഈ ഡിസോൾവ്ഡ് ഓക്സിജനെ ഡിപ്പെൻഡ് ചെയ്ത് കാണുന്ന ഒരുപാട് അക്വാട്ടിക് ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ ഡിസോൾവ്ഡ് ഓക്സിജൻ ഐക്കോർണിയ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ എമൗണ്ട് കുറയും. ഇറ്റ് റിസൾട്ട് ഇൻ ദ ഡിപ്ലീഷൻ ഓഫ് ദ ഡിസോൾവ്ഡ് ഓക്സിജൻ ആൻഡ് ഇറ്റ് കോസസ് ദ ഡെത്ത് ഓഫ് ദ അക്വാട്ടിക് ഓർഗാനിസംസ് ഇൻക്ലൂഡിങ് ഫിഷസ്. സോ ഐക്കോർണിയ വിച്ച് rapidly spread and cover the surface of the water body, which uses dissolved oxygen within the water body, result in the depletion of the dissolved oxygen and it causes death of aquatic organisms including fishes. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഇമ്പാക്റ്റായിട്ട് പറയുന്നത്. ഇതൊരു ഇൻവേസീവ് വീഡാണ്. അപ്പോൾ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ടെറർ ഓഫ് ബംഗാൾ
വിച്ച് പ്ലാന്റ് നോൺ ആസ് ടെറർ ഓഫ് ബംഗാൾ, വാട്ട് ഈസ് ദ റീസൺ, ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളാം. ഇനി ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പാർട്ടിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല എങ്കിലും ചില പോയിൻറ്റ്സ് പബ്ലിക് എക്സാമിന് കോമൺ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ആയിട്ടും മാച്ച് ദ ഫോളോയിങ് ആയിട്ടും നമുക്ക് ഇടയ്ക്കൊക്കെ പബ്ലിക് എക്സാമിന് കാണാറുള്ള ചില ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. ഇപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ മെത്തേഡ്സ്, അതിന് എക്സാമ്പിൾസ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്, അതിന് എക്സാമ്പിൾസ്, അതുപോലെ ഐക്കോർണിയയുടെ ഡിസ്ക്രിപ്ഷൻസ്, ഇത്രയൊക്കെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ക്ലോൺസ്, ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആണ്. ഇനി ഈ ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് പോർഷൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ഇയറിന് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ കുറച്ചും കൂടെ കണ്ടൻറ്റ് ആഡ് ചെയ്തിട്ട് വരുന്ന പോർഷനാണ് സെക്കൻഡ് ഇയറിന് പഠിക്കാനുള്ളത്. സെക്ഷുവൽ റീപ്രൊഡക്ഷന് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് പഠിച്ചോളുക. അടുത്ത പാർട്ടിലേക്ക് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നുള്ള പോർഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.